ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നാൾ വരെ, അതായത് നമ്മുടെ കലി ലിനക്സ് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ലാസ്റ്റായിട്ടിട്ട വീഡിയോ വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, സോ ആദ്യം നമ്മൾ ബേസിക്കായിട്ട് കലി ലിനക്സിൻ്റെ കമാൻഡ്സും അതെങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്നുമൊക്കെ പഠിച്ചിരുന്നു അല്ലേ. അതിനുശേഷം നമ്മൾ ട്രൈഹാക്മിയിലെ ഒരു വെബ്സൈറ്റിലേക്ക് കയറുകയായിരുന്നു. അതായത് ആ ഒരു വെബ്സൈറ്റിലെ ഒരു റൂമിലേക്ക് നമ്മൾ ആക്സസ് ചെയ്യുകയായിരുന്നു. ബേസിക്കലി എങ്ങനെയാണ് ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യുന്നതെന്ന് നമ്മളവിടെ പഠിച്ചു. അതിനുശേഷം നെറ്റ്വർക്ക് സ്കാൻ ചെയ്യാൻ പഠിച്ചു. എന്താ പറയുക, ലാസ്റ്റ് നമ്മളിട്ട വീഡിയോ വരെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടൂൾസിനെ പറ്റി നമ്മൾ പഠിച്ചു. സോ ഇനി മുതലുള്ള വീഡിയോസിൽ വെബ്സൈറ്റ് പെനിട്രേഷൻ ടെസ്റ്റിംഗ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോണിൻ്റെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൻ്റെ വൾണറബിലിറ്റീസാണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇനി മുതലുള്ള വീഡിയോസിൽ നമ്മൾ എന്താ പറയുക, വെബ്സൈറ്റിൻ്റെ വൾണറബിലിറ്റീസാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ വെബ്സൈറ്റിലേക്ക് എങ്ങനെ ഹാക്ക് ചെയ്യാം, എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി മുതലുള്ള വീഡിയോസിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഏറ്റവും ബേസിക് മുതൽ നമ്മളിവിടെ പറയുന്നതായിരിക്കും. വെബ്സൈറ്റ് പെനിട്രേഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ വെബ് പെൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ബേസിക്കായിട്ട് വേണ്ടത് വെബ്സൈറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിനകത്തിൽ HTML എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ SQL എന്ന് പറയുന്നൊരു ലാംഗ്വേജ് ഉണ്ട്. നമ്മുടെ ഡാറ്റാബേസ് മാനേജ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണത്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയും. ഓക്കെ, SQL. സോ അതിനെപ്പറ്റി ബേസിക് മുതൽ പഠിച്ചു വരണം. എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുകയുള്ളൂ. സോ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ബേസിക് ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ HTML പഠിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് റൺ ചെയ്യുന്നതെന്നും വെബ്സൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും HTMLനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ബേസിക് മുതൽ നമ്മൾ പറഞ്ഞു പോകുന്നു. അതിനുശേഷം നമ്മൾ SQLിലേക്ക് പോവുകയാണ്. ഓക്കെ, എങ്ങനെയാണ് ഡാറ്റാബേസ് മാനേജ് ചെയ്യുന്നതെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ മുമ്പ് ട്രൈഹാക്മിയിൽ ഒരു റൂം സെറ്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു റൂം സെറ്റ് ചെയ്യുന്നുണ്ടാവും. വൾനറബിൾ എന്ന് പറയും. ഓക്കെ, സോ ഈ ഒരു റൂമിലൂടെ നമുക്ക് എങ്ങനെയാണ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു വെർച്വലായിട്ട് ഒരു റിയൽ വേൾഡിൽ എങ്ങനെയാണ് അത് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇനിയും പുതിയ വീഡിയോസ് ഉണ്ടായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ ടെക്കി ANR.